എൻ്റെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ വരുമോ? എടുക്കണോണ്ട് ചോദിച്ചാ മനസ്സിലായോ? എങ്ങനെ 80 രൂപ കൊടുത്ത് പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർക്ക് അരിമേടിച്ച് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? അതിനുള്ള ജോലിയുണ്ടോ? കർഷകത്തൊഴിലാളി പെൻഷൻ കൂടുതൽ കൊടുത്തുകൊണ്ടോ അത് വർദ്ധിപ്പിച്ചുകൊണ്ടോ കുടിശ്ശികയില്ലാതെ കൊടുക്കണമെന്നും അല്ല. അതിൻ്റെ ഇരട്ടി ഞാൻ സർക്കാർ നികുതി അടയ്ക്കണുണ്ട്. അധികാരത്തിലെത്തോണം ഇപ്പം UDF വരണമെന്നുള്ള UDF ആണ്. UDF വരണം. UDF വരണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താ? UDF വരണമെന്ന് ആഗ്രഹിക്കാൻ കാര്യം എൻ്റെ പ്രദേശത്തെ എൻ്റെ ഇതും ഇവിടുത്തെ വില നിലവാര വർധനവ്, കറണ്ട് ചാർജ്, ഭൂമി നികുതി വർധനവ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്നാം വട്ടം പിണറായി സർക്കാർ ചേട്ടൻ യോജിക്കുന്നില്ലേ? മൂന്നാം വട്ടം പിണറായി അത് മനസ്സുകൊണ്ട് യോജിക്കണമെന്നില്ല. എനിക്ക് കുറച്ച് കർഷകത്തൊഴിലാളി പെൻഷൻ കൂടുതൽ കൊടുത്തുകൊണ്ടോ അത് വർദ്ധിപ്പിച്ചുകൊണ്ടോ കുടിശ്ശികയില്ലാതെ കൊടുക്കണമെന്നും അല്ല. അതിൻ്റെ ഇരട്ടി ഞാൻ സർക്കാർ നികുതി അടയ്ക്കണുണ്ട്. മനസ്സിലായോ? എങ്ങനെ ഇവിടെ ഭൂനികുതി, അതുപോലെ ഞങ്ങൾ കർഷകരുടെ നെല്ല് പ്രശ്നം, പിന്നെ കറണ്ട് ചാർജ്, ഇതെല്ലാം കുത്തനെ വർദ്ധിച്ചില്ലേ? വില നിലവാരം ഇവിടെയൊക്കെ നിൽക്കണുണ്ടോ? 80 രൂപ കൊടുത്ത് പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർക്ക് അരിമേടിച്ച് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? അതിനുള്ള ജോലിയുണ്ടോ? ഒന്നുമില്ല. ഈ കർഷകത്തൊഴിലാളി ക്ഷേമനിധി രാജ്യത്തുള്ള എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. ആണോ? അങ്ങനെ ധരിക്കരുത്. അപ്പോൾ ഈ പ്രാവശ്യം ഈ UDF അതുപോലെ വികസന പ്രവർത്തനം നടത്തി കോടിക്കണക്കിന് രൂപ പലതരത്തിൽ കടയെടുത്ത് അത് ഞങ്ങളാണ് നടത്തിയെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി. നമ്മുടെയൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. രാഷ്ട്രീയ വിരോധവും ഇല്ല. ചേട്ടന് ഒരു ഭരണമാറ്റം വേണം തന്നെയാണ്. ഭരണമാറ്റം വേണം, ഉറപ്പായിട്ടും വേണം. ഉറപ്പാണ്. പാർട്ടിക്കാരൻ വല്ലാണോ? പാർട്ടിയിൽ അനുവാദം? എനിക്ക് എല്ലാ പാർട്ടിയും എന്നെ സംബന്ധിച്ചും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും എനിക്ക് ഇപ്പം വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ആര് വന്നാലും എനിക്കിതൊക്കെ തന്നെ അനുഭവം. 80 രൂപ 90 രൂപ അരി മേടിക്കണം. അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, അത് എത്ര ശതമാനം വർദ്ധിച്ചെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത്. അതെ അതെ, എനിക്കതിൽ പേടിയില്ല. പിന്നെ ഇവർക്ക് ആകെ പറയാൻ ഉള്ളത് ഈ കർഷകത്തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അത് മേടിച്ച് എല്ലാവരും ജീവിക്കുമെന്നല്ല. ആണോ? അതുപോലെ തന്നെ മെഡിക്കലൊക്കെ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ വരുമോ? എടുക്കണോണ്ട് ചോദിച്ചാ അല്ല, ഞാൻ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളേതായാലും സോഷ്യൽ മീഡിയക്കാരത് എനിക്ക് തോന്നി. ആയിക്കോട്ടെ. ഏതിൻ്റെയാ? സോഷ്യൽ മീഡിയ പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം മെഡിക്കൽ ആശുപത്രി, മെഡിക്കൽ കോളേജിലെ വർഷങ്ങളായിട്ട് ചികിത്സയായിട്ട് ഞാൻ എൻ്റെ കുടുംബം സഹിതം നടക്കണം. അവിടെ ഒരു പൈസയുടെ സാധനം അവിടെ നിന്ന് കിട്ടാൻ എല്ലാ പൈസയും കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ചികിത്സ, അതായത് ഹെൽത്ത് സംബന്ധമായ കാര്യമാണ് പറയണം. ആരോഗ്യരംഗത്തൊന്നും ഒരു പൈസയുടെ മരുന്നുകൾ മെഡിക്കൽ കോളേജിലാണ് ഇല്ല. വർഷങ്ങളായിട്ട് ചികിത്സിക്കുന്നതാണ് ഞാൻ, എൻ്റെ കുടുംബവും. അപ്പം എനിക്ക് വിരോധമുണ്ടായിട്ട് പറയണതല്ല. അപ്പം ഞങ്ങളില്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങളില്ലെന്നുള്ള രീതിയിൽ നമ്മുടെ അധികാരികൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത്രയും. അപ്പോൾ ഒരു മാറ്റം വേണമെന്നാണ്. മാറ്റം വന്നെങ്കിലല്ലേ ഇതിനൊരു മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പോവുള്ളൂ. അത് ഇങ്ങനെ പൊതുജനങ്ങളെ പറ്റിച്ച് പിന്നെയും പിഴിഞ്ഞ് ജീവിക്കും. എന്നിട്ട് ഞങ്ങളിതെല്ലാം ചെയ്യണമെന്ന് പറയണതോട് എനിക്ക് വലിയ വിശ്വാസമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് പറയണത്. ആണല്ലേ? അത്രേ ഉള്ളൂ.